RDX സിനിമ നിർമ്മാതാക്കൾക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്നാണ് തൃപ്പൂണിത്തുറ സ്വദേശിനി അഞ്ജന ഇബ്രാഹിമിന്റെ പരാതി. RDX സിനിമ നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്കെതിരെ തൃപ്പൂണിത്തുറ പോലീസിനാണ് പരാതി നൽകിയത്. ശരണിനോട് വിവരങ്ങൾ നൽകാനായി. ശരൺ, എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം? അനിഷ, നേരത്തെ ഈ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരായ പരാതി നമ്മൾ കണ്ടിരുന്നതാണ്. തുറവൂർ സ്വദേശിയാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരുന്നത്. 7 കോടി രൂപ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ നിർമ്മാതാക്കൾ വാങ്ങിയെന്നും അതിനുശേഷം 1 രൂപ പോലും തിരികെ നൽകിയില്ലെന്നുമായിരുന്നു തുറവൂർ സ്വദേശിയുടെ പരാതി. പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്കും കടന്നിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു സിനിമയായ RDXന്റെ നിർമ്മാതാക്കൾക്കെതിരെയും പരാതി ഉയർന്നിരിക്കുന്നത്. അതായത് തൃപ്പൂണിത്തുറ സ്വദേശിയായ അഞ്ജന അബ്രഹാമാണ് ഈ തൃപ്പൂണിത്തുറ പോലീസിന് ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകിയിരിക്കുന്നത്. 6 കോടി രൂപ ലാഭവിഹിതം 30% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 6 കോടി രൂപ വാങ്ങി എന്നുള്ളതാണ് ഈ പരാതിക്കാരി ചൂണ്ടിക്കാട്ടുന്നത്. 100 കോടിയിലധികം രൂപയുടെ കളക്ഷൻ ഈ സിനിമ പിന്നീട് നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പണം, ഈ വാങ്ങിയ 6 കോടി രൂപ തിരികെ നൽകിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് പരാതി കൂടിയാണ് ഇപ്പോൾ RDX നിർമ്മാതാക്കൾക്കെതിരെ ഉയർന്നിരിക്കുന്നത്. പ്രധാനമായും RDX നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്ക് എതിരെയാണ് ഈ തൃപ്പൂണിത്തുറ സ്വദേശി ഹിൽ പാലസ് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി വിശദമായി പരിശോധിക്കുന്നുണ്ടെന്നും അതിനുശേഷം മാത്രമേ കേസെടുക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ ഹിൽ പാലസ് പോലീസ് അറിയിക്കുന്നത്. ശരി, ശരണാണ് വിവരങ്ങൾ നൽകിയത്.